May the Lord's name be glorified. കർത്താവിന്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. Greetings to you all in the matchless and wonderful name of the Lord Savior Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. I thank the Lord that God has given me this privilege to stand in front of you and to share my testimony. നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാനും എൻ്റെ വിലയേറിയ സാക്ഷ്യം പറയാൻ ദൈവം എനിക്ക് നൽകിയ ഈ വിലയേറിയ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I think I am not unfamiliar to this assembly. നിങ്ങൾക്ക് എന്നെ ഒരിക്കലും ഞാൻ അപരിചിതനല്ല ഈ സഭയ്ക്ക്. I have come last couple of years to this assembly for worshiping the Lord. ചില വർഷങ്ങളായി ഈ സഭയിലേക്ക് കർത്താവിനെ ആരാധിക്കാനാണ് ഞാൻ കടന്നു വരുന്നുണ്ട്. Not only this hall as well as which was old in city. ഇത് മാത്രമല്ല പഴയ അസംബ്ലിയിൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്. As I have stand here for sharing my testimony. നിങ്ങളുടെ മുമ്പാകെ എൻ്റെ സാക്ഷ്യം പറയാൻ നിൽക്കുമ്പോൾ My name is Martin. എൻ്റെ പേര് മാർട്ടിൻ എന്നാണ്. I have come from Andhra Pradesh. ഞാൻ ആന്ധ്രാപ്രദേശ് എന്ന സ്ഥലത്ത് നിന്നാണ് കടന്നു വന്നത്. It's called district Srikakulam. അവിടെ ശ്രീകാകുളം എന്ന ജില്ലയിലാണ് ഞാൻ ഇരിക്കുന്നത്. And I am a member of Fellowship of Tribal Brethren Assembly, Murthigadiguda. മൂർത്തികാടയിലുള്ള അവിടെയുള്ള ദൈവയാനത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നു. My family consists of 5 members. എൻ്റെ കുടുംബത്തിൽ 5 പേരാണ് ഉള്ളത്. My father, he is evangelist. എൻ്റെ പിതാവ് ഒരു സുവിശേഷകനാണ്. My mother, housemaker. എൻ്റെ മാതാവ് വീട്ടുകാര്യങ്ങൾ നോക്കി നിൽക്കുന്നു. And my younger sister studying degree. എൻ്റെ ഇളയ സഹോദരി ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. And my younger brother studying +2. എൻ്റെ ഇളയ സഹോദരൻ അവൻ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. And growing in evangelist family. ഒരു സുവിശേഷകന്റെ കുടുംബത്തിൽ ജനിക്കുക എന്ന് പറയുമ്പോൾ I was very active in assembly activities from young age. എൻ്റെ ചെറിയ ബാല്യം മുതൽ തന്നെ സഭാ കൂടുവരകളിൽ അല്ലെങ്കിൽ സഭാ മീറ്റിംഗിൽ വളരെ ഉത്സാഹത്തോടു കൂടി നിൽക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. However, I did not know truly experience about Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ ആ സത്യത്തെ മനസ്സിലാക്കാതെ തന്നെയും ഞാൻ മുമ്പോട്ട് എൻ്റെ ജീവിതം കൊണ്ടുപോയി. 2018 during the family devotion, my father shared me gospel. 2018 ഞങ്ങളുടെ കുടുംബ ധ്യാനത്തോടനുബന്ധിച്ച് എൻ്റെ പിതാവ് എന്നോട് സുവിശേഷം പങ്കുവയ്ക്കാൻ ഇടയായി തീർന്നു. And I accepted Lord Jesus Christ as my personal savior. അവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ എനിക്ക് ഇടയായി. Since that day my involvement in assembly has deepened and I was baptized in February 10, 2019. അതിനുശേഷം ഫെബ്രുവരിയിൽ തുടർന്നുള്ള എൻ്റെ ജീവിതത്തിൽ ആ ഫെബ്രുവരി ദിവസത്തിൽ എനിക്ക് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. With a strong desire I learn more about God. എനിക്ക് കർത്താവിനെ കൂടുതലായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. And I approached my father. എൻ്റെ പിതാവിനെ സമീപിച്ചു. My father introduced me an evangelist in our area named Philip Timothy. ഫിലിപ്പ് തിമോത്തി എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രദേശത്തുള്ള ഒരു സുവിശേഷകനുമായിട്ട് എന്നെ ബന്ധപ്പെടുത്തി. And he suggested to join BBI. അദ്ദേഹം എന്നോട് ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്തു. Over past 6 years, കഴിഞ്ഞ 6 വർഷക്കാലം BBI has profound to impact my life. വളരെ ആഴത്തിൽ BBI എൻ്റെ ജീവിതത്തിൽ പ്രതിഫലിക്കാനായിട്ട് ഇടയായി തീർന്നു. The institution is blessed with spacious classrooms. ഈ ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വിശാലമായ ക്ലാസ് റൂമുകളുണ്ട്. Reliable facilities. ലൈബ്രറി ഫെസിലിറ്റീസ് ഉണ്ട്. And good equipment for studying God's word. ദൈവവചനം പഠിക്കുവാൻ ആവശ്യമായ എല്ലാവിധ സജ്ജീകരണങ്ങളും ആ സ്ഥാപനത്തിൽ എനിക്കുണ്ടായി. And I learned a lot of things and it shaped me my life. എന്നെ വളരെയധികം വാർത്തെടുക്കുവാൻ തക്കവണ്ണം ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇടയായി തീർന്നു. Especially during the graduation service and Sundays, Saturdays, singing the songs and spending with the brothers. എല്ലാ ദിവസത്തിനുമുള്ള ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാനും സഹോദരന്മാർ ഒന്നിച്ചുള്ള ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോഴും It's really shaped my life a lot. എൻ്റെ ജീവിതത്തെ വാർത്തെടുക്കുവാൻ തക്കവണ്ണമുള്ള മുഖാന്തരമായി തീർന്നു. And after my graduation I'm going to enter my full-time ministry. എൻ്റെ ഗ്രാജുവേഷന് ശേഷം ദൈവവചന ശുശ്രൂഷയ്ക്ക് മുഴുവനായിട്ട് ഇറങ്ങുവാനാണ് ആഗ്രഹിക്കുന്നു. So I request please pray for me. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. And I may do God's ministry for His glory in days to come. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ തക്കവണ്ണം Thank you for giving this privilege. എനിക്ക് നൽകിയ വലിയൊരു അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു. May the Lord's name be glorified. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.